നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ CPM-ൽ സമ്പൂർണ്ണമായ പിണറായിസമാണ്. തിരുവായ്ക്ക് എതിർവായില്ല എന്ന മട്ടിൽ പിണറായി വിജയൻ പറയുന്നതിന് മൂളുക മാത്രമാണ് കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന വിമർശനം ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ വന്ന അതിഗുരുതരമായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കേരളത്തിലെ പാർട്ടിയിൽ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കരുതൻ അദ്ദേഹത്തിൻ്റെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസ് ആണെന്ന കാര്യം ആർക്കും അറിയാവുന്നതാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പലരും റിയാസിനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ശക്തമായ ഒരു PR ടീമും റിയാസിൻ്റെ പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് രാവിലെ മുതൽ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്ന രീതിയിൽ ഒരു പ്രമുഖ ചാനലിൽ വന്ന വാർത്ത. പാർട്ടിയെ നയിക്കാൻ തിളങ്ങി നിൽക്കുന്ന യുവരക്തം വേണമെന്നായിരുന്നു ചാനലിൻ്റെ തട്ടിവിടൽ. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ ഇദ്ദേഹത്തിന് DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന പ്രവർത്തന പരിചയവും ഗുണം ചെയ്യുമെന്നും ചാനൽ തട്ടിവിട്ടു. എന്നാൽ ഉച്ചയോടെ അവർ വാർത്ത തിരുത്തി. മുതിർന്ന നേതാവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ, CPM സൈദ്ധാന്തികനായ പുത്തലത്ത് ദിനേശൻ, വനിതാ നേതാവ് KS സലീഹ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പുതുതായി എത്തിയത്. സലീഹയുടെ കടന്നുവരവ് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. റിയാസിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയ മാധ്യമങ്ങൾ ഇവരുടെ പേര് പോലും പറഞ്ഞിരുന്നില്ല. പ്രവർത്തന പരിചയവും സീനിയോറിറ്റിയും തന്നെയാണ് പാർട്ടി പരിഗണിച്ചത്. റിയാസിന്റെ പേര് ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ല. എന്നിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ ക്യാമ്പയിൻ അഴിച്ചുവിടുകയായിരുന്നു. VS പക്ഷം പാർട്ടിയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ ഇപ്പോൾ കണ്ണൂർ ടീമിന്റെ സമഗ്രാധിപത്യമാണ്. പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും തിരുവായ്ക്ക് എതിർവായില്ലാത്ത പാർട്ടിയിൽ ജനാധിപത്യം കൊണ്ടുവരിക എന്നത് തന്നെയായിരിക്കും. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് പലരും റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിപ്പെടാത്തതിനെ വിശദീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ VSന്റെ ആളായി അറിയപ്പെട്ട നേതാവാണ് ബേബി. അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും VS ആണ്. പക്ഷേ പിന്നീട് രൂക്ഷമായ CPM വിഭാഗീയതയിൽ ബേബിയും പിണറായി വിജയനൊപ്പമായിരുന്നു. എന്നാൽ അന്ധമായ ഒരു പിണറായിസ്റ്റായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ദീർഘകാലം പാർട്ടിയെ നയിച്ച ഹർകിഷൻ സിംഗ് സുർജത്തിൽ നിന്നും പ്രകാശ് കാരാട്ട് ആ പദവി ഏറ്റെടുക്കുമ്പോൾ നേതൃനിരയിലെ തലമുറ മാറ്റം കൂടിയായിരുന്നു അവിടെ സംഭവിച്ചത്. കാരാട്ടിന് ശേഷം സീതാറാം യെച്ചൂരി വന്നപ്പോഴും എല്ലാം സുഗമവുമായിരുന്നു. നിലപാടുകളിൽ യെച്ചൂരിയോടായിരുന്നു അന്ന് കേരളത്തിൽ സജീവമായിരുന്ന പാർട്ടിയിലെ VS വിഭാഗത്തിന് താല്പര്യം. പക്ഷേ ഇന്ന് EMSന് ശേഷം ബേബി വരുമ്പോൾ പാർട്ടി സമ്പൂർണ്ണമായും പിണറായിക്ക് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ബേബിയുടെ നിലപാടുകൾ ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കേരളത്തിൽ CPMന് തുടർഭരണം കിട്ടണമെങ്കിൽ പിണറായിസത്തിൽ നിന്ന് മാറി ആവശ്യമായ തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്. അതിന് ബേബി മുതിർന്നാൽ റിയാസ് അടക്കമുള്ളവരുമായുള്ള ഭിന്നതയാവും ഉണ്ടാവുക. കണ്ണൂർ ടീമിന് ബദലായി MA ബേബിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം ജനറൽ സെക്രട്ടറിയായി MA ബേബിയെയും 18 അംഗ പോളിറ്റ് ബ്യൂറോയുമാണ് മദ്രയിൽ നടന്ന 24ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. 85 അംഗ കേന്ദ്ര കമ്മിറ്റിയാണുള്ളത്. 84 പേരെ തെരഞ്ഞെടുത്തു. ഒരു സ്ഥാനം ഒഴിച്ചിട്ടു. PBയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ 30 പേർ പുതുമുഖങ്ങളാണ്. 7 പേർ പ്രത്യേക കക്ഷി കേന്ദ്ര കമ്മിറ്റിയിൽ PB അംഗം മുഹമ്മദ് സലീമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. അശോക് ദാവളെ പിന്താങ്ങി. MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതായി പിണറായി വിജയനാണ് സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചത്. 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലും 2018 ഹൈദരാബാദിലും 2022 കണ്ണൂരിലും സീതാറാം യെച്ചൂരിയെ ആയിരുന്നു ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം യെച്ചൂരിയുടെ മരണത്തിന് പിന്നാലെ പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായി ചുമതലയേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബി CPMന്റെ തലപ്പത്ത് എത്തുന്നത്.